മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അധര സംഭാഷണം ഹൃദയ സംഭാഷണമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അതാണ് അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ പരിശോധിക്കണമെങ്കിൽ നമ്മുടെ അധരത്തിലൂടെ എന്താണ് പുറത്തേക്ക് വരുന്നത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഹൃദയത്തിൽ ഉള്ളതാണ് അധരത്തിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നതും ഫലത്തിലൂടെയാണ് വൃക്ഷത്തെ തിരിച്ച് അറിയുന്നത് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്നേഹവും കരുണയും നന്മയുമാണ് ഉള്ളത് എങ്കിൽ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും നന്മയുടെ സംസാരവും ഹൃദയത്തിൽ എപ്പോഴും വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സംഭാഷണങ്ങളുമൊക്കെ അധരത്തിലൂടെ പുറത്തു വരികയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളിലൂടെ. നമ്മുടെ ഹൃദയത്തിൽ തിന്മയാണ് ഉള്ളത് എങ്കിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, മറ്റുള്ളവർക്കെതിരെ തിന്മ പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരുടെക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും അധരത്തെയും നമ്മൾ പരിശോധിക്കണം. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് അധരത്തിലൂടെ പുറത്തു വരുന്നത്. ഹൃദയത്തിൽ നന്മയുണ്ട് എങ്കിൽ വാക്കുകളിലൂടെ ആ നന്മ പ്രതിഫലിക്കും. ഹൃദയത്തിൽ തിന്മയാണ് ഉള്ളത് എങ്കിൽ അതും നമ്മുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അധരങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധരത്തെ നിയന്ത്രിച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ അത് പാപിയുടെ നാശത്തിന് കാരണമാകുമെന്നും നന്മ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നുവെന്നും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ വിശുദ്ധമാക്കി അധരത്തിലൂടെ നന്മ മാത്രം സംസാരിക്കുവാനായിട്ട് ഇന്ന് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കുവാനും മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കുവാനും മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും നന്മയുടെയും കരുണയുടേതുമായിട്ടുള്ള വാക്കുകൾ നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണല്ലോ അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയും സ്നേഹവും കരുണയും നിറയ്ക്കണമേ. അത് ഞങ്ങളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ സമൂഹത്തിലായിരിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ വാക്കുകളും മറ്റുള്ളവർക്ക് പ്രചോദനവും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുന്നതുമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുർശക്തികളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.